എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചെങ്കിൽ രാമേശ്വരത്താണുള്ളത്. രാമേശ്വരം രാമനാട് എന്നാണ് ഉള്ളത്. രാമനാഥപുരമാണ് ന്യൂ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. എന്താ വെച്ചെങ്കിൽ അപ്പോൾ ഞാനിവിടെ നമ്മൊരു യാത്രക്കാരനാണ്, ഒരു ബ്ലോഗറാണ്. അപ്പോൾ ഞാനിവിടെ ഇവിടെ രാമനാഥ് നമ്മളെ ബസ് സ്റ്റോപ്പിൽ വളരെ മോശമാണ് ബാത്റൂമെല്ലാം. എത്ര ഡെവലപ്മെൻ്റ് ആയിട്ട് വലിയ വലിയ ബിൽഡിങ് കെട്ടിയിട്ടും ഒക്കെ കാര്യമില്ല. പാർക്കിംഗ് സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യമില്ല. ചെറിയൊരു ബാത്റൂം പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് പോയി. ഇപ്പോൾ ബാത്റൂം എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഉണ്ടായത്. ബാത്റൂം വളരെ മോശം. അപ്പോൾ നമ്മളിപ്പോഴത്തെ മിനിസ്റ്ററായിട്ടുള്ള ജോസഫ് വിജയ് സാറിൻ്റെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളൊക്കെ ഇടപെട്ടിട്ട് നിങ്ങളെ മണ്ഡലത്തിലും പഞ്ചായത്തിലും ആൾക്കാരെല്ലാം ഇടപെട്ടിട്ട് നമ്മുടെ ബാത്റൂമൊക്കെ യാത്രക്കാർക്ക് സൗകര്യങ്ങളാക്കി കൊടുക്കണം. ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിനൊക്കെ കുറച്ച് സഹകരിച്ച് നിൽക്കുക. ബാത്റൂമൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് തമിഴ്നാട് മുതൽ കന്യാകുമാരി വരെ ബാത്റൂമൊക്കെ വളരെ മോശമാണ്. അപ്പോൾ എല്ലാവരും ബാത്റൂമൊക്കെ കറക്റ്റാക്കുക, ബാത്റൂമൊക്കെ ക്ലിയർ ആക്കുക. ബാത്റൂം നല്ല ദുർശീകരമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മളെ ബാത്റൂമൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ നാട് ഡെവലപ്മെൻ്റ് ആകുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ബ്ലോഗ് കാണുക. ഈ അറിഞ്ഞ കാര്യങ്ങൾ അറിയിപ്പ് വക കൊള്ളുന്നതാണ് എടുക്കരുത്, എല്ലാവരും എടുക്കണം. ഓക്കെ, ശരി എന്നാൽ.